അടിഭാഗത്ത് ഒരു സാധനം വരും, കാര്യം അല്ലെങ്കിൽ അവിടെ സ്ക്രാച്ച് ആയി പോകും. ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നും നമ്മുടെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സെന്നിന് നമ്മൾ ബാക്കിൽ ആൻറ്റിന വയ്ക്കാൻ പോട്ടെ. ഇവിടെ ഇത് നമ്മൾ വർക്ക് ചെയ്യണ ആൻറ്റിന എന്നല്ല, സാധാരണ ഷോ ആൻറ്റിന കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടിൽ സാധാരണ ഒരു ആൻറ്റിന വരണ്ടോ, നോക്കി ഇതിൽ കണക്ഷൻ ഉണ്ടോ നമ്മൾ ചെക്ക് ചെയ്തില്ല. എൻ്റെ സ്റ്റീറിയോ മര്യാദയ്ക്ക് വർക്ക് ചെയ്യണം കേട്ടോ. ഇത് അത്യാവശ്യം ലുക്കുള്ള സാധനം കേട്ടോ. നോക്കി ഇത്ര നീളമൊക്കെ ഉണ്ട് കേട്ടോ സാധനത്തിന്. പിന്നെ ചിലവർ ഇവിടെ സ്വിഫ്റ്റിൻ്റെ ആൻറ്റിന വയ്ക്കും. സ്വിഫ്റ്റിൻ്റെ അടുക്കുന്ന ടൈപ്പ് ഉണ്ട്, ചിലർ ഷാർക്ക് ഫിൻ ആൻറ്റിന എന്ന് പറയുന്ന സാധനം ഉണ്ട്, അത് വയ്ക്കും കേട്ടോ. അപ്പോൾ എനിക്ക് എന്തായാലും അതിനോട് വലിയ ഇൻട്രസ്റ്റ് ഉണ്ടായില്ല, അതുകൊണ്ടാണ് ഞാൻ ഈ ബാക്കിൽ വെക്കുന്ന ടൈപ്പ് ആൻറ്റിന ചൂസ് ചെയ്തിട്ടോ. ഇത് രണ്ട് ഓപ്ഷനിൽ വരുന്നുണ്ട്, ബ്ലാക്കും വരുന്നുണ്ട്, സ്റ്റീലും വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് നമ്മളെ കൊറിയർ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതേ ഇതാണ് നമ്മുടെ കൊറിയർ കേട്ടോ. നമുക്കിത് എന്തായാലും അൺബോക്സ് ചെയ്ത് നോക്കാം. നമ്മുടെ സപ്ലയർ നമുക്ക് അയച്ചു തന്നാ കേട്ടോ. യെസ്, മൊത്തം സെലോ ടൈപ്പ് വെച്ച് ഇതൊക്കെ വെച്ചോ കേട്ടോ. ഗൈസ്, ഇതാട്ടോ നമ്മുടെ ആൻറ്റിന. അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെ ഉണ്ട് കേട്ടോ. പിന്നെ ഇതിനകത്ത് വെക്കാനുള്ള ക്ലാമ്പ് ഇങ്ങനെയാണ്. ഇത് എല്ലങ്കിയാണ് തന്നെ. അപ്പോൾ അത് നിങ്ങൾ മൈൻഡ് ചെയ്തത്. എല്ലങ്കിയുടെ ഒരു സെറ്റ് മേടിക്കേണ്ടി വരും, കാര്യം ഇത് സിംഗിൾ പീസായിട്ട് കിട്ടാൻ ചാൻസ് കുറവാണ്. ഇത് നമുക്കത് വെച്ച് നോക്കാം കേട്ടോ. അപ്പോൾ ഇത് വെക്കാനായിട്ട് നമ്മൾ ഡിക്കി തുറന്നിട്ട് ഇതിൻ്റെ ഇടയിൽ കയറ്റി വയ്ക്കുക. ഇടയിൽ കയറ്റി വെച്ചിട്ട് മേളിട്ട് വയ്ക്കാൻ പറ്റും. ഇത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ രണ്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഈ ഇവിടെയും കറങ്ങും, അതിൻ്റെ മേളിലും കറങ്ങും കേട്ടോ. എന്തായാലും നമുക്ക് ഡിക്കി ഓർക്കാം. ദേ ഇവിടെ ആയിട്ട് ഒരു ഏകദേശം നമ്മുടെ ഹൈറ്റ് പോലെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് നിങ്ങൾ ഡിക്കി ജസ്റ്റ് ഒന്ന് ചിരിച്ചിട്ട് ഇവിടെ നിന്ന് വെച്ച് നോക്കുക. ഇങ്ങനെയാണ് ഫിറ്റ് ചെയ്യണ സാധനം. എന്നാലും എനിക്കൊരു ഏകദേശം ഈ ഹൈറ്റിൽ നിൽക്കണം, എനിക്കതാണ് ഇഷ്ടം. പിന്നെ ഒരുപാട് ഹൈറ്റിലേക്ക് വെക്കേണ്ടി കേട്ടോ, കാര്യം എന്തെങ്കിലും ചോലയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തട്ടും. പിന്നെ ഇത് വളയും, അങ്ങനെ വളയാൻ ഒടിഞ്ഞൊന്നുമില്ല, പക്ഷെ എന്നാലും നമുക്കൊരു ശല്യമാവും. അപ്പം ഞാൻ എന്തായാലും ഇവിടെ ആയിട്ടായിട്ട് വെക്കാൻ പോകണം. എനിക്ക് ഒരുപാട് ഹൈറ്റ് ഇഷ്ടമില്ല, അതുകൊണ്ടാണ്. പിന്നെ നിങ്ങളൊരു കാര്യം ചെയ്യുന്നത് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ബോൾട്ടില്ലേ, ഈ ബോൾട്ട് പിടിച്ചിരിക്കണ് നമ്മുടെ ഇത് ഇങ്ങോട്ടാട്ടോ. ഇവിടെ ഒരു മെറ്റൽ പാർട്ട് ഉണ്ടോ, ഇവിടെയാണ് വെക്കണം. പിന്നെ അത് നിങ്ങൾ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് ഡബിൾ സൈഡ് സ്റ്റിക്കറില്ലേ, അതിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ തട്ടൂല. പിന്നെ തുരുമ്പും കാര്യങ്ങളൊക്കെ കാലപ്പഴക്കം വരെ തുരുമ്പ് വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഡബിൾ സൈഡ് ടേപ്പ് ഒട്ടിക്കുകയാണെങ്കിൽ തുരുമ്പൊന്നും പിടിക്കില്ല കേട്ടോ. അങ്ങനെ ഗുണം കൂടി ഇതിനകത്തുണ്ട്. ഏകദേശം ഈ ലുക്ക് എന്ന് പറഞ്ഞാൽ ഇതാണ്. പിന്നെ ഒരു കാര്യം എന്തേ, ഇവിടെ ഈ ബോൾട്ടുണ്ട്, ഈ ബോൾട്ട് ഇവിടെ അറിയും കേട്ടോ. എൻ്റെ പറയാണ്ട് അറിഞ്ഞു പോയി. പിന്നെ എന്തായാലും എനിക്ക് റീപെയിൻറ്റ് കുറച്ച് ചെയ്യാനുള്ള ഇവിടെ പാച്ച് ചെയ്യാണ്ട്, അതുകൊണ്ടാണ് വലിയ മൈൻഡ് ചെയ്യാത്തത്. അപ്പോൾ നിങ്ങൾ സൂക്ഷിക്കുക, ഇവിടെയും ഡബിൾ ടേപ്പ് വെക്കുക കേട്ടോ, അല്ലെങ്കിൽ പൊട്ടും, അല്ലെങ്കിൽ സ്ക്രാച്ച് ആവട്ടോ. ഇനി ഡബിൾ സൈഡ് ടേപ്പ് വെക്കണതിന് മുന്നേ ഉണ്ടല്ലോ, നിങ്ങളിത് ഈ സർഫസ് ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്യുക കേട്ടോ. കാരണം സർഫസ് ക്ലീൻ ചെയ്തില്ലെങ്കിൽ ഇതുണ്ട്, ഇത്രയും ഡസ്റ്റ് അതിനകത്തുണ്ട്. സർഫസ് മര്യാദ ക്ലീൻ ചെയ്തില്ലെങ്കിൽ മര്യാദ ഒട്ടില്ലത്, പെട്ടെന്ന് അത് പറഞ്ഞൊക്കെ പോകാൻ ചാൻസ് ഉണ്ട്. ഇവിടെ നിന്ന് ക്ലീൻ ചെയ്യാം കേട്ടോ. പൊടി ഉണ്ടാകുമ്പോൾ അതാണ് നമ്മുടെ ഈ ഇതുണ്ടോ, ഇത്രയും ഡസ്റ്റ് അതിനകത്ത് ഉണ്ടായിരുന്നു. ഇതാട്ടോ ഐറ്റം, വണ്ടിയിൽ വെച്ചിട്ടാണ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്. ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കാം കേട്ടോ. ഇത് എനിക്കിപ്പോൾ ഇത്ര ഹൈറ്റാണ് വേണ്ടത്, ഏകദേശം ഇവിടെ ആയിട്ടാണ് നമ്മുടെ പൊസിഷൻ തന്നെ. അപ്പോൾ ഈ പൊസിഷൻ തന്നെ മാക്സിമം വെക്കാൻ നോക്കാം കേട്ടോ. ശ്രദ്ധിക്കാനുള്ളതെന്ന് വെച്ചാൽ ഈ ക്ലാമ്പ് ഉണ്ടോ, ഈ ക്ലാമ്പ് നിങ്ങളുടെ ഡിക്കിയുടെ സൈസ് അനുസരിച്ച്, എൻ്റെ സെന്നിൻ്റെ എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി കുഴിഞ്ഞാണ്ടിരിക്കണേ. അപ്പോൾ ഇത്രയും ഡിസ്റ്റൻസ് ഉണ്ട്. അപ്പോൾ ഈ ഡിസ്റ്റൻസ് ഇതാക്കാണ്ടിരിക്കാൻ, ഈ ഡിസ്റ്റൻസ് കറക്റ്റ് ചെയ്യാനായിട്ട് നിങ്ങൾ ഈ കാണുന്ന ഈ ബെൻഡ് ഉണ്ടോ, ഈ ബെൻഡ് ഒരു പ്ലെയർ വെച്ചൊന്ന് അമക്കി കഴിയുമ്പോൾ അത് കറക്റ്റ് ആവും കേട്ടോ. എന്നിട്ടാണ് വെക്കാവുള്ളൂ. വെച്ചിട്ട് നമുക്ക് കൊടുക്കട്ടോ, ഓവറായിട്ട് ചെയ്യരുത്, അത്യാവശ്യം മതി. ഞാനത് ഇവിടെ മാർക്ക് ചെയ്തിട്ട് എനിക്കിപ്പോൾ ഇവിടെയാണ് കറക്റ്റായിട്ട് എൻ്റെ വണ്ടിക്ക് ആൻറ്റിനയുടെ പൊക്കം ഫീൽ ചെയ്ത്. അപ്പോൾ ഈ അളവിൽ ഇതുണ്ടോ, ഈ അളവിൽ ഈ ഡബിൾ സൈഡ് ടേപ്പ് നമ്മൾ എടുക്കട്ടോ, കട്ട് ചെയ്തെടുക്കുക. അതുകൊണ്ട് കട്ട് ചെയ്തെടുത്തു കേട്ടോ. ഇനി നമുക്ക് നേരെ ഇതിൻ്റെ അടിയിൽ ഒട്ടിക്കട്ടോ. നമ്മൾ ക്ലീൻ ചെയ്താണ് ഇവിടെ, ഇതിൻ്റെ അടിയിൽ ഇവിടെ ആയിട്ട് വരും കണ്ടോ. വരും കേട്ടോ. കുറച്ച് പൊങ്ങിയിരിപ്പുണ്ട്, നമുക്കിത് കുറച്ച് ഇത് എക്സസ് ആയിട്ട് ബാക്കിയൊന്ന് കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി കേട്ടോ, വേറെ വിഷയമൊന്നുമില്ല. ഇവിടെ സ്റ്റിക്കർ പറിച്ചാലും നിർബന്ധമൊന്നുമില്ല കേട്ടോ. ഇവിടെ കറക്റ്റായിട്ട് ഇങ്ങനെ ഒട്ടിക്കുക. ഇത് ഇവിടെ ഗ്യാപ്പ് വരാത്ത ഭാഗത്തിന് ഇവിടെ എക്സസ് ആയിട്ട് ഡബിൾ സൈഡ് ടൈപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ കട്ട് ചെയ്ത് കളയാം കേട്ടോ. നമുക്ക് ലീഡിച്ച് ഇനി നമുക്ക് ഒട്ടിക്കാനുള്ളത് ഇവിടെ കേട്ടോ, കണ്ടോ.
ഇതിൻ്റെ അടിഭാഗത്ത് ഒരു സാധനം വരും, കാര്യം അല്ലെങ്കിൽ അവിടെ സ്ക്രാച്ച് ആയി പോകും, അവിടെയും പിടിക്കാം. പിന്നെ ഇത് ഇളകി കളിക്കണം കേട്ടോ, അത് നമുക്ക് അല്ലെങ്കിൽ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യണം. പെൻഡിൽ പറയേണ്ട സ്ക്രാച്ച് ആയിട്ട് ഇവിടെ കണ്ടോ, നമുക്ക് ഇൻസുലേഷൻ ടൈപ്പ് അവിടെ ഒട്ടിച്ച് വെച്ചേക്കാം ഒരു സേഫ്റ്റിക്ക്. കറക്റ്റ് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഇനി ഇവിടെ ഇച്ചിരി പൊങ്ങിയിരിക്കും, അതിൽ വിഷയമൊന്നുമില്ല. കാര്യം ഇത് ലിഫ്റ്റ് ആവും, ഇത് ടൈറ്റ് ചെയ്യുന്നത് ഇവിടെ ലിഫ്റ്റ് ആവും കേട്ടോ. അപ്പോൾ ഡബിൾ സൈഡ് ടൈപ്പ് ഉറപ്പായിട്ടും വയ്ക്കുക, അല്ലെങ്കിൽ ഡാമേജ് ആവും നമ്മുടെ ഡിക്കിക്ക്. എന്നിട്ട് ഇത് ടൈറ്റ് ചെയ്യുക, വേറെ പ്രത്യേകിച്ച് ചടങ്ങൊന്നുമില്ല കേട്ടോ. ഉണ്ടോ ഈ ബോൾട്ട് മസ്റ്റ് കേട്ടോ. രണ്ടിൻ്റെ പുറത്തൊരു ബോൾട്ട് കൂടി വരുന്നുണ്ട്. വേറൊരു കാര്യം വെച്ചാൽ ഈ സംഭവം കണ്ടോ, ഈ ക്ലാമ്പ് പുറത്തേക്ക് തള്ളി നിൽക്കല്ലോ കേട്ടോ. പുറത്തേക്ക് തള്ളി ഇതെങ്കിൽ ഇവിടെ തട്ടും, അങ്ങനെ വിഷയമുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് തട്ടി കൊടുക്കട്ടോ അതിൻ്റെ ഉള്ളിലേക്കിട്ട്. ഓവറായിട്ട് ചെയ്യണ്ട, അത്യാവശ്യം ഇതായിട്ട് കയറിയിരുന്നാൽ മതി. ചെറിയൊരു ഗ്യാപ്പ് വിഷയമൊന്നുമില്ല കേട്ടോ. ഇനി നമുക്ക് അല്ലെങ്കിൽ വെച്ച് മുറുക്കാം, ടൈറ്റ് ചെയ്യാം. ഇടാൻ വലിയ ചടങ്ങൊന്നുമില്ല, ജസ്റ്റ് ചില കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് ചെയ്താൽ മതി, വേറെ വിഷയമൊന്നുമില്ല. അല്ലെങ്കിൽ നമ്മൾ ഡിക്കി എടുക്കാത്ത ഈ സംഭവം ചടങ്ങും, നമ്മൾ അവിടെയൊക്കെ ചടങ്ങിപ്പോവും, ഒരു വിഷയം വരും. പിന്നെ ഈ ഡബിൾ സൈഡ് ടൈപ്പ് മസ്റ്റാട്ടാ കണ്ടോ. ഓവർ ടൈറ്റ് ഉണ്ട്, അത്യാവശ്യം ഒരു ചെറിയ ടൈറ്റ്നെസ് കിട്ടിയാൽ മതി കേട്ടോ. വലിയ കുഴപ്പമില്ലാണ്ട് നിൽക്കണം കേട്ടോ. നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം, ഇത് അടയാൻ തട്ടുമോ ഇല്ലയോ എന്ന്. പിന്നെ റാഡ് വളയാണ്ട് ശ്രദ്ധിക്കാം കേട്ടോ. വലിയ കുഴപ്പമില്ല കേട്ടോ, ജസ്റ്റ് മിസ്സിലാണ് നിൽക്കണേ ഇപ്പോൾ, കുഴപ്പമില്ല. ഇനി നമുക്ക് ടൈറ്റ് ചെയ്യാം കേട്ടോ. ഇത് ഓക്കെ ആണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്കിത് ടൈറ്റ് ചെയ്യാം കേട്ടോ. ഇവിടെ ഇപ്പോൾ ഇവിടെയാണ് ഇങ്ങനെ നിൽക്കണേ. ഇനി നമുക്ക് ഈ അല്ലെങ്കിൽ കേട്ടോ ഇത് ടൈറ്റ് ചെയ്യാം. ഇത് ടൈറ്റ് ചെയ്തിട്ട് നമുക്ക് ഇവിടുത്തെ ബോൾട്ട് ആയി കേട്ടോ, അഴിച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇത് കറക്റ്റ് ചെയ്യാനായിട്ട് നിങ്ങൾ നേരെ വയ്ക്കുക കേട്ടോ. ഇത് നേരെ വെച്ച് കഴിഞ്ഞിട്ട് ടൈറ്റ് ചെയ്യുക ഈ അല്ലെങ്കിൽ. ഇപ്പോൾ കറക്റ്റ് നേരെ ഇട്ടിക്കണേ. ഇവിടുത്തെ ബോൾട്ട് നമ്മൾ ടൈറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ ചെറുതായിട്ടൊരു ഇളക്കമുണ്ട്, പക്ഷെ നമുക്ക് ഓടിച്ച് നോക്കാം, ആവില്ലെന്ന് വിചാരിക്കണം. അനക്കം ഇപ്പം ഇങ്ങനെ ഓടിക്കുമ്പോൾ വലിയ അനക്കമില്ല കേട്ടോ. പിന്നെ വേറെ പറയാൻ വിട്ടൊരു കാര്യമുണ്ട്, ഇതിപ്പോൾ നിങ്ങളുടെ ഇതിപ്പോൾ എങ്ങാനും ലൂസാവാൻ വളരെ ചാൻസ് കുറവാണ്. പക്ഷേ എങ്ങാനും ലൂസ് ആവണമെന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ ഞാൻ സേഫ്റ്റിക്ക് തേച്ച് വെച്ചു കേട്ടോ. ലൂസ് ആവണമെങ്കിൽ 10ൻ്റെ ബോൾട്ട് ഉണ്ട്, കട ചെന്നിട്ട് 10ൻ്റെ ബോൾട്ട് തന്നെ പറഞ്ഞത്, അത് കണ്ട് 2 വില ഉള്ളൂ. അപ്പോൾ അതിൻ്റെ അടിയിലിട്ടിട്ട് ജസ്റ്റ് നമുക്ക് ഇവിടെ മുറുക്കി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അനങ്ങത്തില്ല സാധനം, ഉറപ്പായിട്ട് ഇങ്ങനെ സ്റ്റഡി ആയിട്ടിരുന്നുള്ളൂ. പിന്നെ കേസ് ഒരു പ്രോ ടിപ്പ് ഉണ്ട് കേട്ടോ, അതായത് ഇത് കുലുക്കൊക്കെ ചെല്ലുമ്പോൾ ഇവിടെ പയ്യെ ലൂസായിട്ട് വരും. അപ്പോൾ അത് തടയാനായിട്ട് നമുക്കിത് ഇതുണ്ടോ, അനാബോണ്ട് ബ്ലാക്ക് എന്ന് പറഞ്ഞ സാധനമുണ്ട്. ഇത് ശരിക്കും ഗ്യാസ് മേക്കർ കേട്ടോ. അപ്പോൾ ഈ സംഭവം ഇവിടെ തേച്ച് പിടിപ്പിക്കുകയാണെങ്കിൽ ഈ സംഭവം ഇളക്കം കിട്ടിയാലും, അപ്പോൾ ഇതിവിടെ തേച്ച് പിടിപ്പിക്കുകയാണെങ്കിൽ ഇളക്കം കിട്ടിയാൽ ഇതിങ്ങനെ അനങ്ങി പോരില്ല. അപ്പോൾ ഇത് ഉറപ്പായിട്ട് നിങ്ങൾ മേടിക്കുന്നുണ്ട്. ഇതിന് ഏകദേശം 60 രൂപയുടെ വില വരുന്നുള്ളൂ. അപ്പോൾ ഇത് ഇതിനകത്തേക്ക് തേക്കാം, ഇതായിട്ട് ഐറ്റം. ഇത് നമ്മൾ പൊട്ടിച്ചിട്ട് ഇതിലേക്ക് തേച്ച് കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം. ഈ പശ ഫുള്ളായിട്ട് ഉണങ്ങിയ ശേഷമാണ് വണ്ടി പിടിക്കുള്ളൂ, അല്ലെങ്കിൽ ഇത് കറക്റ്റായിട്ട് നിൽക്കില്ല. അപ്പോൾ നമ്മൾ എല്ലായിടത്തും നല്ലോണം തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് ഉണങ്ങാനായിട്ട് വെയിറ്റ് ചെയ്യാം. ഇതാണ് നമ്മുടെ വണ്ടിയിൽ ആൻറ്റിന വെച്ചിട്ടുള്ള ലുക്ക്, നൈസ് ലുക്കാണ് കേട്ടോ. പ്രത്യേക ബാക്കിൽ നിന്നൊക്കെ ലുക്ക് നമ്മൾ ഫ്രണ്ടിൽ നിന്ന് കാണുമ്പോഴേട്ടോ. ഇതുണ്ടോ, ഫ്രണ്ടിൽ നമുക്ക് ആ ആൻറ്റിനെ കാണാൻ പറ്റും. ചെറിയ ഡീറ്റെയിൽസ് ആണ്, പക്ഷേ ചെറിയ ഡീറ്റെയിൽസ് ആണ് നമുക്ക് വലിയ ഡീറ്റെയിൽ ആയിട്ട് ഫീൽ ചെയ്യണേ. ഇതുണ്ടോ, കൊള്ളാട്ടോ, നൈസ്. പിന്നെ നിങ്ങൾക്ക് ഈ ആൻറ്റിന വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ DM ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ 650 രൂപ കേട്ടോ, ഇൻക്ലൂഡിങ് ഡെലിവറി ചാർജ് കേട്ടോ. അപ്പോൾ എൻ്റെ അക്കൗണ്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. പിന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഫോളോ ചെയ്തു കേട്ടോ. ഞാനൊരു ഗീവ് അവേ കൊടുക്കാൻ പ്ലാൻ ഉണ്ട്, അത് ഞാൻ വഴിയെ പറയുന്നതായിരിക്കും ഗീവ് അവേ കൊടുക്കണമെന്നുള്ളത്. അപ്പോൾ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തോ, എൻ്റെ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കണ്ട. അടുത്ത വീഡിയോ കാണാം. സ്റ്റേ ട്യൂൺ.